അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അസർ ഹിയർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അൺബോക്സിങ്, നമ്മുടെ മൈക്കിൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നതെന്നുള്ളതും അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത് കണക്ട് ചെയ്ത് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ എങ്ങനെ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയൊക്കെ വരുന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ യൂട്യൂബിൽ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ഇട്ടായിരുന്നത്, കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഫുൾ എന്തൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിലാണ് ഷൂട്ട് ചെയ്യാൻ പോണേ. ഇതിനകത്ത് 2 റിസീവർ ഉണ്ട്. ഇത് ലൈറ്റ്നിങ്, ഇത് കണ്ടോ, കാണാമല്ലോ ക്ലോസപ്പ്. ഇത് ലൈറ്റ്നിങ്, ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാവുന്ന. ഇത് നമുക്ക് പുതിയ ഐഫോണിലും ആൻഡ്രോയിഡിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. സി ടൈപ്പ്. ഇത് എല്ലാവരും ക്ലിയർ. അപ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആൾക്കാർ ഇന്ന് ആൻഡ്രോയിഡ് എടുക്കും. അതുകൊണ്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ സാധനം സി ടൈപ്പ് എടുക്കാം. അതിനുശേഷം തന്നെ ഇതിനകത്ത് 2 മൈക്ക്, ഒരു റിസീവർ. ഇത് ക്യാമറയ്ക്കുള്ള റിസീവറാണ്. ഇത് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനുള്ള സാധനം. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മളോട് തന്നെ വെച്ചേക്കാം. നമുക്കിതാ ഇവനാണ് നമുക്കിപ്പോൾ ആവശ്യം. നമ്മളിപ്പോൾ മൈക്കും എടുത്തു, ഒരു റിസീവർ എടുത്തു, ബോക്സിനകത്ത് വെച്ച്, പിന്നെ മാഗ്നറ്റും കൂടെ എടുത്തേക്കാം. മാഗ്നറ്റ് ഒരു പൗച്ച് ഉണ്ടല്ലോ, പൗച്ചിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് ആണെന്നുണ്ടാവും. മാഗ്നറ്റ് എവിടെ? ഇത് താഴെ എവിടെ ഉണ്ട്? ഓക്കെ, ഇതാ മാഗ്നറ്റ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാത്ത ഉള്ള വോയിസ് ആണ് കേൾക്കുന്നത്. കാറിന് ഡോറ് തുറന്നിടുമ്പോൾ എത്രത്തോളം കാറ്റ് എങ്ങനെയുണ്ടെന്ന്, ഇപ്പോൾ കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ വ്യത്യാസം നമുക്കറിയാം. കണക്ട് ചെയ്തും കണക്ട് ചെയ്യാതെ സൗണ്ട് എങ്ങനെ കേൾക്കുന്നുണ്ടോ. കണക്ട് ചെയ്തിട്ട് വീഡിയോ നമ്മളിപ്പോൾ ഒന്ന് വണ്ടിയിലൊക്കെ ജസ്റ്റ് പുറത്തിറങ്ങുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടൊന്ന് അറിയാം. അഖിൽ ചെറുത് എവിടെ കിടന്നു ദുവ നല്ല ഉറക്കമാണ്. നമ്മളൊന്ന് പുറത്ത് ഒന്ന് കമ്പം വരെയൊക്കെ, തമിഴ്നാടൊക്കെ ക്ലോസ് ചെയ്ത് കമ്പം വരെയൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നുള്ളത്. അതിൻ്റെ റിസീവർ, അതിൻ്റെ മൈക്ക്. ഓക്കെ കൈസ്, നമ്മൾ ആ റിസീവർ ഇവിടെ കണക്ട് ചെയ്യട്ടെ. ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഇത് ഞെക്കി കഴിയുമ്പോഴത്തേക്കും കണക്റ്റ് ആവും. ഇപ്പം നീല കത്തുന്നുണ്ട്. നീല ഇപ്പം കണക്റ്റായി എന്നാണ് തോന്നുന്നത്. യെസ്, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മൈക്ക് വഴിയുള്ളതാണ് കേൾക്കുന്നത്. നമുക്കിവിടെ ഇത് 2 ക്ലിപ്പ് വെച്ച് ചെയ്തും വെക്കാം, അല്ലാതെ ഇത് മാഗ്നറ്റ് ഇത് നോക്കി ഷട്ടിനകത്തോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാം. ഇപ്പോൾ ഇതാ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് മൈക്ക് ത്രൂ ഉള്ള സൗണ്ടാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കേട്ട് നോക്കുമ്പോൾ അറിയാമല്ലേ കണക്റ്റ് ആയിട്ടുണ്ടോ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ വിൻഡോ ഒന്ന് തുറന്നിട്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ വിൻഡോ തുറന്നിട്ടേക്കാം. അപ്പോൾ അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്. വോയിസ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മളിതിനകത്ത് 2-3 മോഡുണ്ട്. ഒരു മോഡ് ഞെക്കി നോക്കാം. അപ്പം നോയിസ് ക്യാൻസലേഷൻ വരും. ഇപ്പോൾ ഒന്നുകൂടെ നോയിസ് ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആയതിനു ശേഷം ഉള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ പൈൻ കാർഡ്. പണ്ട് ഒരുപാട് ചില്ല് ചെയ്ത സ്ഥലം. അതെ, പണ്ട് ഒരുപാടോ അടിപൊളിയായിട്ട്. ഇവിടെ VRC തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയാണ്. ഇത് ഇടുക്കിയിലെ കുട്ടിക്കാനത്ത് നിന്ന് നമ്മളിപ്പോൾ പരുന്തുംപാറയൊക്കെ വഴി, കുമ്പളി വഴി കമ്പമൊക്കെ പോവാണ്. ഇപ്പോൾ കഴിഞ്ഞത് കുട്ടിക്കാനം പൈൻകാടാണ്. ഇത് മരിഗിരി കയറുന്നതിന് മുന്നേ ഉള്ളതാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ട്. ആ കാണുന്നത് MBC എഞ്ചിനീയറിംഗ് കോളേജ്, അതാണ് ആ കാണുന്നത്. അതാണ് കാണുന്നില്ല. ഇത് മരിഗിരി സ്കൂൾ. ഇവിടെ ഒരുപാട് ഇതാ നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാറിലോട്ട് കയറുകയാണ്. ഇതാണ് വണ്ടിപ്പെരിയാറൊക്കെ അത്യാവശ്യം നല്ല മാറ്റം വന്നില്ല. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ. ഇവിടെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ. പണ്ടൊക്കെ സ്ഥിരം ഇവിടെ വരുമായിരുന്നു. ഇപ്പോഴൊന്നും വരുന്നേ ഇല്ല. ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഒരുപാട് ഈ ഗ്രൗണ്ടിൽ എന്തോരം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നേക്കും. വർഷമായിട്ട് ക്രിക്കറ്റ് വെറുതെ പഞ്ചായത്ത് സ്റ്റേഡിയം കാണുന്നില്ല. തമിഴ് സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിച്ചാൽ വരും. പിന്നെ വിളിച്ചാൽ വരും. അതെ, IHRD പഠിച്ചതുകൊണ്ട്
അയ്യച്ചാടി പഠിച്ചോണ്ട് നിനക്ക് അങ്ങനെ കുറെ ഗുണം. ഞാൻ അയ്യച്ചാടി പഠിച്ചതല്ലേ. അയ്യോ നീ അവിടെ ഉണ്ടായില്ല കുറെ നാള് എന്റെ കൂടത്തിൽ. ഞാൻ കുട്ടിക്കാരൻ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അയ്യച്ചാടി പഠിച്ചിട്ട് വന്ന് പൊടിമോൾ ഇതുവരെ എണ്ണീച്ചിട്ടില്ല. കണ്ടോ നല്ല ഉറക്കമാണ്. ഇനി കമ്പൻ ചെല്ലുമ്പോൾ പയ്യെ വിളിച്ചുണർത്താം. അതെന്നല്ല മുന്തിരിത്തോട്ടത്തെ ആക്കിയോളാ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കൊച്ചിൻ്റെ തള്ളയും കൂടെ ഇവിടെ ഉണ്ട്. സുലിമോൾ ഒളിഞ്ഞിരിക്കുക. ആയ് സുലിമോൾ ഓടുന്നു. നാണാവോ? അയ്യേ നിനക്ക് എന്ന് മുതലായി നാണമൊക്കെ വന്നു തുടങ്ങി? വ്ലോഗ് റീലെന്ന് അല്ല നാണമില്ലാത്തവളാണല്ലോ നീ. നിനക്ക് എന്ന് മുതലേ നാണം വന്നേ? വ്ലോഗ് റീല്. സുലിമോൾ എന്തായാലും ഒളിഞ്ഞിരിക്കുന്നു. അഖിലിൻ്റെ വൈഫാണ്. അതാ നമ്മൾ ഇപ്പോൾ കുമളി ടൗൺ. വിദേശികൾ ഇഷ്ടംപോലെ വന്ന് കുത്തൊഴുകുന്ന സ്ഥലമാണ്. ഇവിടെ മെയിൻ സീസൺ കുമളിയിലൊക്കെ മെയിൻ സീസൺ ഡിസംബർ ജാനുവരി. പിന്നെ ശബരിമല സീസൺ തൊട്ടുള്ള മൊത്തം ചിപ്സുകളാണ്. കുമളി ചിപ്സ് കേരള വന്ന് റംബ ഫേമസ് കുമളി ചിപ്സ്. കേരള ചിപ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുമളിയിൽ നിന്നാണ് ചിപ്സുകളൊക്കെ ഉണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാർ പാക്കറ്റ് കണക്കിനാണ്. മറ്റേ ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇവിടെ ശബരിമലയ്ക്ക് മലയ്ക്ക് വരുന്ന അയ്യപ്പന്മാരെല്ലാം മേടിച്ചു പോകുന്നു. അപ്പോൾ ഇവിടുന്ന് അതുപോലെ സാധനം കിട്ടും ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ചിപ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സീസൺ അങ്ങ് തുടങ്ങും. അപ്പോൾ ഇഷ്ടംപോലെ സീസൺ ശബരിമലയും വിദേശികൾ നവംബർ ഡിസംബറിലൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ്. വിദേശികളുണ്ടല്ലോ, എന്തോരം വരുമെന്നറിയോ? ഇഷ്ടംപോലെ വന്നുകൊണ്ടേയിരിക്കും അവരിങ്ങനെ വന്ന് അന്നേരം നല്ല രസമാണ് ഇവിടെ. അന്നേരം ഇവിടെ ഇതുവഴിയൊക്കെ നടക്കാനും ഒക്കെ. എടാ അജു വരുമെന്ന്. അജുവിനെ കാണാൻ വേണ്ടി വരും. ഇവിടെ അവനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരും. എവിടെ നിർത്തണ്ടേ? ഇതാ അജ്മലിനെ കുമളി വെച്ച് കണ്ടതാ. എൻ്റെ കസിനാണ് അജ്മൽ അഖിലിനെ പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് അഖിൽ. കാക്കനാട് നടക്കി പോകുന്ന പറയത്തില്ലേ? എറപ്പാറിന്റെ വീട് കാക്കനാട് അവളുടെ വീട്. ചുമ്മാ ഇറങ്ങി ഇനിയിപ്പോ ഇവന്റെ ഷോ ആണല്ലോ. സഹിച്ചാണോ? വേണേ സഹിച്ചാണോ? അതെ പറഞ്ഞും പോയി. നമ്മൾ കുമളി ചെക്ക് പോസ്റ്റ് ഇതാ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ എക്സൈസിലെ ആൾക്കാരൊക്കെ നല്ല കാര്യക്ഷമമായി അവിടെ പരിശോധിക്കുന്നുണ്ട്. കേരള ബോർഡർ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ തമിഴ്നാട് പോലീസുണ്ട്. അവിടെ കുമളി ചെക്ക് പോസ്റ്റ് അത്യാവശ്യം നല്ല ചെക്കിംഗ് ഉണ്ട്. കാരണം ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഇഷ്ടംപോലെ ആണല്ലോ. ബാംഗ്ലൂർ മോശമാണെന്നല്ല, അവിടെ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്റർ ആയിരിക്കുന്നു. ഇത് തമിഴ്നാട് വണ്ടികൾ. കമ്പത്തുനിന്ന് ലോയർ ക്യാമ്പിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്പത്തുനിന്നല്ല കുമളിയിൽ നിന്ന് ലോവർ ക്യാമ്പിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല ചുരവും ചുറ്റിന് കാടുമാണ്. നല്ല കുരങ്ങന്മാരെയും കാണാം. വീണ്ടും ഇറങ്ങിയോളൂ. ഇടയ്ക്കൊന്ന് ചിണുങ്ങിയിട്ടത്. പിന്നെ വേറൊന്നുമല്ല ഗൈസ്, വെളുപ്പിനെ എറണാകുളത്തുനിന്ന് ഇറങ്ങിയതാണ്. വെളുപ്പിനെ ഇറങ്ങിയതിന് ക്ഷീണം നമുക്ക് കാണും. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണിരിപ്പിച്ചാണ്. അതിന്റെ ക്ഷീണം ഉണ്ട്. അതിന്റെ ആക്റ്റീവാണ്. പിന്നെ ഒന്ന് ഉറങ്ങട്ടെ. നമുക്ക് അവിടെ എത്തുമ്പോഴത്തേന് ആക്റ്റീവാക്കി എടുക്കാം. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ അവിടെ എത്തുമ്പോൾ ഉഷാറായിക്കോളൂല്ലോ. ഈ പാടല്ലേ. ഇതാണ് ലോയർ ക്യാമ്പിലേക്ക് ഇറങ്ങുന്ന ചുരം. കണ്ടോളി മക്കളെ, ഇങ്ങനെ വളഞ്ഞു വേണം നമ്മൾ താഴേക്ക് പോകുവാൻ. കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങും സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ ഞാനോർത്ത് നല്ല തിരക്ക് കാണുമെന്ന്. വലിയ തിരക്ക് ഇതുവഴിയില്ല. കമ്പത്ത് അത്യാവശ്യം. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് എല്ലാവരും ഉണ്ടോ? കമ്പത്ത് എല്ലാവരും എപ്പോഴും പോകുന്നത്. തമിഴ്നാട് ബസ് കണ്ടു. ഇപ്പം തമിഴ്നാട് പോലീസിനൊന്നും ഹെൽമെറ്റ് ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലാണ് ഹെൽമെറ്റൊക്കെ നിർബന്ധം. ഇവിടെ അവന്മാരെ വെച്ച് ഇല്ല. അവിടെ പോലീസേ ഹെൽമെറ്റ് വെക്കാറില്ല. ഇതുവഴി നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ കാണാൻ പറ്റും. അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ്, പെൻസ്റ്റോക്ക് പൈപ്പ്. അതിലൂടെയാണ് അവർ കരണ്ട് കൃഷിക്ക് ന്യായമായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ താഴത്തെ പവർ സ്റ്റേഷനൊക്കെ കയറി കണ്ടോളാം. നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നേരത്തെ അവിടെ. അപ്പോൾ നമുക്ക് അനുവാദമൊക്കെ തന്ന് കയറി കാണുമ്പോൾ മൊത്തം അതിൻ്റെ ജനറേറ്റർ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തന്നു. അടിപൊളിയാടാ. 3 മറ്റേ ഇതുണ്ട് ട്രാൻസ്ഫോമർ. 3 ഡൈനോ വലിയ സാധനം. അത് കറങ്ങിയിട്ട് കറണ്ട് ഉണ്ടാവും. വെള്ളം വരുന്നില്ല. 3 വേണം. അത്രയും വരെ 3 പൈപ്പിൽ കൂടെ പോകുന്നല്ലേ. 3 പൈപ്പിൽ കൂടെ പോകുന്ന 3 നല്ല ഹൈറ്റ് ന്യായമായിട്ട് അവർ കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം അത് മൊത്തം അവർ
മറ്റേ കൃഷിക്കായിട്ട് പോകും. പുഴ പോലെ ഇവിടെയാണ് അപ്പുറത്താണോ മറ്റേ വെന്റിമില്ല്? വിൻഡ്മില്ല് അപ്പുറത്താണ്. അവിടെ അത് മറ്റേ രാമക്കൽമേട് ആ സൈഡല്ലേ? വിൻഡ്മില്ല് നമ്മുടെ ഇടുക്കിയിൽ വെച്ച കറണ്ട് സാധിക്കുന്ന സാധനമല്ല. ഇവിടെ പെൻസ്റ്റോക്ക് പോയി പത്ത് വെച്ച് സ്ലോ ആക്കണം. നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല. നമ്മുടെ പ്രേക്ഷകർ ഒന്ന് നല്ലോണം കണ്ടട്ടെ. പ്രേക്ഷകരും എൻ്റെ വൈഫും അതിനെ പറ്റി സ്ലോ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. വണ്ടി അധികം നേരം ഇടാൻ പറ്റില്ല. ഇവിടെ ഇതാ പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അവിടെ നിർത്തണമെങ്കിൽ നമ്മളിവിടെ ഇവിടേക്ക് നിർത്തി കാണിച്ചാലേ വലിപ്പം അറിയത്തുള്ളൂ, അല്ലെങ്കിൽ പാടാം. നീ എന്താ വേറെ ഇനി നമുക്ക് കാണുന്ന താഴെ ഉണ്ട്, പക്ഷെ അവിടെ നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. നിർത്താൻ ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി ഇവിടെ സൈഡിലോട്ട് ഒതുക്കിയാൽ കാണാം. നമുക്ക് പറ്റുമോ? കുഴി പാത്ത് ഓപ്പോസിറ്റ് വണ്ടി വന്ന വള്ളിയായിരിക്കും. പെൻസ്റ്റോക്ക് പൈപ്പ് നല്ലോണം കാണിച്ചു തരാം. ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളുക, തൊട്ടടുത്ത് കണ്ടോളുക. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് ഒരാളല്ലെങ്കിൽ അടുത്ത് നിന്നാലേ അറിയുള്ളൂ. ഇത് കണ്ടോ, 4 പൈപ്പുണ്ട്. 4 പൈപ്പിൽ നിന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുവന്നത്. ഇതുവഴി വെള്ളം തമിഴ്നാട്ടിലേക്ക് വന്നവർ കറണ്ടും ഒക്കെ ആയിട്ട് എടുക്കും. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഇതേ കാണാം. താഴോട്ട് നമുക്ക് കാണാൻ പറ്റും പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ഇതാ മേളിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളുക. വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ആർക്കെങ്കിലുമൊക്കെ വേറെ എവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ. നമുക്ക് നമ്മുടെ നാടിന് അടുത്തായതുകൊണ്ട് നമുക്ക് പണ്ട് മുതലേക്ക് കാണുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിവിടുന്ന് വേഗം പോയേക്കാം. അധികം നേരം നിന്നാലേ ശരിയാവത്തില്ല. നിർത്താൻ അത്ര സൗകര്യമുള്ളൊരു സ്ഥലമല്ല ഇത്. പാർക്കിംഗ് സ്പേസ് തീരെ ഇല്ലാത്ത സ്ഥലമാണ്. PRC വന്നാൽ തീരും. അതെ, ഒരു PRCയോ തമിഴ്നാട്ടിൽ ബസ്സോ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമാകും. പോലീസുകാരൻ വന്നാൽ ചിലപ്പോൾ തെറിയും പറയും.